ഹായ് എക്സോഡി ഡയറക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവരുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. ഇവരാണ് എംപറർ സ്കോർപ്പിയോൺ. ലോകത്തിലെ ഏറ്റവും വലിയ സ്കോർപ്പിയോൺ വിഭാഗങ്ങളിലൊന്നാണ് ഈ എംപറർ സ്കോർപ്പിയോൺ. ഇവർ പരമാവധി 8 ഇഞ്ച് വരെയൊക്കെ സൈസ് വെക്കും. ഇവർ കാഴ്ചയിൽ നമ്മുടെ നാട്ടിലെ തേള് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇവരത്ര പ്രശ്നക്കാരല്ല. ഇവർ മൈൽഡ് വെനമസ് ആണ്. അതായത് കടിച്ചാലൊരു തേനീച്ച കുത്തുന്ന വേദനയൊക്കെ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിലെടുത്ത് നമുക്ക് കൈകാര്യം ചെയ്യാനും പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എക്സോട്ടിക് പെറ്റ് മാർക്കറ്റിൽ ഇവർക്ക് വലിയ ഡിമാൻഡ് ഉള്ളതും ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമായിട്ട് ഇവർ മാറുന്നത്. ഇവരെ നമ്മൾ വളർത്തുമ്പോൾ ഫീഡായിട്ട് കൊടുക്കുന്നത് മീൽ വേംസ്, സൂപ്പർ വേംസ്, അതുപോലെ ചെറിയ ജീവികളൊക്കെയാണ് ഇവർക്ക് ഫീഡായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ലോ മെറ്റബോളിക് റേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ മാസങ്ങളോളം ഭക്ഷണമില്ലാതെ പിടിച്ചു നിൽക്കാനുള്ള പ്രത്യേക കഴിവും ഇവർക്കുണ്ട്. നമ്മൾ ക്യാപ്റ്റിവിറ്റിയിൽ വളർത്തുമ്പം ഇവരുടെ ലൈഫ് സ്പാന് 8 വർഷം വരെയൊക്കെയാണ് ഇവരുടെ മാക്സിമം ലൈഫ് സ്പാൻ ഉള്ളത്. ഇവർ മേറ്റിങ്ങിന് ശേഷം 7 മുതൽ 9 മാസം കഴിഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക. ഇവർ മുട്ടയിടാറല്ല, ജീവനുള്ള കുഞ്ഞുങ്ങളെ തന്നെയാണ് പുറത്തേക്ക് വരൽ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് വെളുത്ത നിറത്തിലാണ് കാണപ്പെടുക. ഒരു 9 മുതൽ 32 കുഞ്ഞുങ്ങൾ വരെയൊക്കെ ഒരു പ്രാവശ്യം ഇവർക്ക് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം 2 ആഴ്ച ഈ ഫീമെയിൽ സ്കോർപ്പിയോൻ്റെ പുറത്തായിരിക്കും ഇവർ ഇരിക്കുക. അവിടുന്ന് ഫീഡ് എടുത്ത് 2 ആഴ്ചയ്ക്ക് ശേഷം ഇവരുടെ പുറന്തോടിനെല്ലാം കട്ടി വെച്ചതിന് ശേഷം മാത്രമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങാറ്. ഇവരെ നമ്മൾ വളർത്തുമ്പോൾ പ്രധാനമായിട്ടും കൊക്കോപിറ്റാണ് ഇവർക്ക് സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ഇടാറ്. അതുകൊണ്ട് തന്നെ നല്ല ഹ്യൂമിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവർക്ക് എപ്പോഴും ഒരു 70 to 80% ഹ്യൂമിഡിറ്റി നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇവരുടെ എൻക്ലോഷറിൽ എപ്പോഴും കുടിക്കാനുള്ള വെള്ളവും നമ്മൾ വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അതുപോലെ ഈ ഹ്യൂമിഡിറ്റിയും അതുപോലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് വളർച്ചാ ഘട്ടങ്ങളിൽ ഈ മോൾട്ടിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതുപോലെയുള്ള വ്യത്യസ്തമായ എക്സോട്ടിക് പെറ്റ്സിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.